പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 14 ശനിയാഴ്ചയാണല്ലേ. അപ്പം ഇന്ന് എല്ലാവർക്കും അവധിയൊക്കെയാണ്. അതെ, കുട്ടികൾക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ടെന്ന്. അപ്പം ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് എല്ലാ പത്രങ്ങളിലും തന്നെ മെയിനായിട്ട് കൊടുത്തേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് അല്ലു അർജുൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്നലെ ആയിരുന്നു അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. അപ്പം അല്ലു അർജുൻ്റെ മംഗളം റിപ്പോർട്ട് ചെയ്തേക്കുന്ന പുഷ്പം പോലെ പൊക്കി പുഷ്പയെ, കാരണം അല്ലു അർജുന്റെ ക്യാരക്ടർ പുഷ്പയാണ്. അതെ, പുഷ്പയ്ക്ക് ശേഷമുള്ള ഒരു വിവാദം, അതിനുശേഷം അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അപ്പം ഇന്നലെ ആയിരുന്നു അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇന്നലെ ഒരു ദിവസം അദ്ദേഹം ജയിലിൽ കടന്നു. എന്നിട്ടാണ് ജാമ്യം നൽകിയത്. അപ്പൊ അറസ്റ്റിന് വസതിയിലേക്ക് പാഞ്ഞെത്തിയ പോലീസുകാർക്കെതിരെ ആഞ്ഞടിച്ച നടൻ അല്ലു അർജുൻ കിടപ്പുമുറിയിൽ വരെ കടന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് താരം കോടതിയിൽ പറഞ്ഞു. അറസ്റ്റ് തിങ്കളാഴ്ച വരെ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് അല്ലു അർജുന്റെ ഈ പരാമർശം നടത്തിയത്. കിടപ്പുമുറിയിൽ പ്രവേശിച്ച് തെറ്റാണെന്ന് അല്ലു അർജുൻ പോലീസിനോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. സാർ, എനിക്ക് വസ്ത്രങ്ങൾ മാറണമെന്നും ഒരാളെ എന്നോടൊപ്പം അയച്ചോളൂ എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നെ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല, പക്ഷെ കിടപ്പുമുറിയിലേക്ക് വരുന്നത് വളരെ മോശമാണ്, അത് നല്ലതല്ല, അല്ലു അർജുൻ പറഞ്ഞു. അറസ്റ്റിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന വീഡിയോകളിൽ താരം കാപ്പി കുടിക്കുന്നതും പിന്നീട് പോലീസുകാർ അകമ്പടിയോടെ കൊണ്ടുപോകുന്നതും കാണാം. ഭാര്യ അല്ലു സ്നേഹ റെഡ്ഡിയും സഹോദരൻ അല്ലു പിതാവ് അല്ലു അരവിന്ദ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അറസ്റ്റിന് പിന്നാലെ താരത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പം അറസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലു അർജുൻ ഇപ്പൊ പോലീസിനെതിരെ പറഞ്ഞിരിക്കുകയാണ്. കാരണം കിടപ്പുമുറിയിൽ പോലും വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഡ്രസ്സ് മാറാനുള്ള അനുവാദം ചോദിച്ചു. എന്നിട്ട് പോലും ഒരു പോലീസുകാരനെ തന്നോട് അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാർ അതിനെ നിന്നില്ല. അപ്പൊ അതെന്താണെങ്കിലും ഒരു അറിഞ്ഞുകൊണ്ടൊരു ഇത് ചെയ്ത പോലെ ഉണ്ടല്ലേ. പക്ഷെ എനിക്ക് അപ്പോഴത്തെ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടപ്പോ തോന്നിയത്, നമുക്കും അങ്ങനെ തോന്നി. കാരണം അതിനുശേഷം ചായയൊക്കെ കുടിക്കുന്നു, പോലീസുകാരെല്ലാരും ചുറ്റിനുണ്ട്, പക്ഷെ ആളെ കസ്റ്റഡിയിൽ എടുത്തു എന്നൊരു ഫീല് വരാത്ത രീതിയിലായിരുന്നു എനിക്ക് അപ്പൊ തോന്നിയത്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടത്. വീഡിയോയിലെല്ലാം വൈറലായെന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ ചായ കുടിക്കുന്നത്, പിന്നെ ഭാര്യയോട് സംസാരിക്കുന്നത്, പിന്നെ പോലീസുകാരെല്ലാം എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആളെ ഇറങ്ങിയത്. പക്ഷെ ഇപ്പൊ പറയുന്നത് എനിക്ക് ഒന്നിനും കിട്ടിയില്ല, അൺകംഫർട്ടബിൾ ആയിരുന്നു, എല്ലാം കിടപ്പുമുറിയിലേക്ക് വരെ വന്നു. അങ്ങനെയൊക്കെ പറയുമ്പോ എന്താണ്, ഒരു VIP ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നൊരു രീതിയിലാണ് പറയുന്നത്. പിന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയം പിതാവും പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവുമായ അല്ലു അരവിന്ദും മറ്റു കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നു. 41-കാരനായ താരത്തെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘങ്ങളെയും സന്ധ്യ തിയേറ്ററിന്റെ മാനേജ്മെന്റിനെയും പ്രതിയാക്കിയാണ് ഹൈദരാബാദ് പോലീസ് നേരത്തെ കേസെടുത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സ്വമേധയാ പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് FIR. അപ്പം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സ്വമേധയാ പരിക്കേൽപ്പിക്കല്, അതിപ്പം അല്ലു അർജുനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യം അതിനകത്തുണ്ടോന്ന് ചോദിച്ചാ എന്താ തോന്നുന്നേ? എനിക്ക് ഉണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അവിടെ ഒരാൾ മരിച്ചിരിക്കുകയാണ്, ഒരു സ്ത്രീ. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ മകനാന്ന് തോന്നുന്നു കോമയിൽ കിടക്കുകയാണ്. ഇപ്പൊ ഇത്രയും ഒരു വിവാദം ഉണ്ടായിട്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തു. എന്നിട്ട് കൂടി എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പത്രങ്ങളിലും ഇപ്പൊ പറയുന്നത് അല്ലുവിന് ജാമ്യം, അല്ലുവിനെ കസ്റ്റഡിയിൽ എടുത്തു, അല്ലു. അല്ലാതെ ആ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ആരും പറയുന്നില്ല. ആ ഒരു കുടുംബത്തിനെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു മിക്ക പത്രങ്ങളിൽ ആ കുട്ടീനെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരാൾ മരിച്ചു എന്നൊരു രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കുട്ടി ഇപ്പോഴും കോമയിലാണ് എന്നതാണ് സത്യം. അപ്പോൾ അവിടെ ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇയാൾക്കെതിരെ ഒരു നിയമപരമായിട്ടുള്ള ഒരു ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നടക്കണം, എങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാരണം. അല്ലു അർജുൻ അല്ലല്ലോ, തിക്കിലും തിരക്കിലും പെട്ടല്ലേ മരിച്ചത്. പക്ഷെ അവർക്ക് മുന്നേ അത് ഇൻഫോം ചെയ്യാമായിരുന്നല്ലോ. തിയേറ്ററുകാർക്ക് അറിയായിരുന്നു. അപ്പം അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുള്ളി വന്നതായിരിക്കും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമല്ലേ. പക്ഷേ അല്ലു എന്ന് പറയുന്നത് നമ്മളെ പോലെ ഒരു സാധാരണക്കാരനല്ല. എവിടെയും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന അങ്ങനെ ഒരു പബ്ലിക് ഫിയർ ഉള്ള ഒരാളും അല്ല. ആളെന്ന് വെച്ചാൽ ഭയങ്കര VIP ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ തടിച്ചു കൂടും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാതെ വരികയും കൂടി ചെയ്തപ്പോ എല്ലാവരും അറിയായിരുന്നു, തിയേറ്ററുകാർക്കൊക്കെ അറിയായിരുന്നു. അവരും ഇത് തിയേറ്റർ സിനിമയിൽ പ്രദർശനത്തിൽ പങ്കെടുക്കാനുള്ള നടന്റെ പദ്ധതിയെക്കുറിച്ച് പോലീസിനെ മുൻകൂട്ടി അറിയിക്കാൻ നടനും തിയേറ്റർ മാനേജ്മെന്റ് തയ്യാറായില്ലെന്നാണ് മരിച്ച സ്ത്രീയുടെ ഭർത്താവ് പരാതിയിൽ പറയുന്നത്. പക്ഷെ അവര് പറയുന്നുള്ളതിന് അവര് തന്നെ പരാതി പിൻവലിക്കുന്നുണ്ട്. പക്ഷെ അതിന് പിന്നീടാണ് ആ പരാതി പിൻവലിക്കുന്നത്. ആദ്യമേ ഒരു കേസ് ഉണ്ട്, പിന്നെ പരാതി പിൻവലിക്കല്ലേ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അല്ലുവിന്റെ ഫാൻസ് എത്രത്തോളം ശക്തമാണ്, അല്ലുവിന്റെ കുടുംബം എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്കറിയാം.
അതെന്തായാലും കസ്റ്റഡിയിൽ എടുത്ത് ഒരു ദിവസം ജയിലിലും കിടക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ കുടുംബവും ഫാൻസും എല്ലാരും ചേർന്ന് സ്വാഭാവികമായിട്ട് ആ കേസ് ഇല്ലാതാക്കാനേ സാധിക്കും. അത്രയും നല്ലൊരെന്നല്ല അത്രയും ഒരു ഉയർച്ചയിലുള്ള ഒരാൾക്ക് എന്തായാലും അത് പറ്റും. അപ്പോ അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അല്ല, മരിക്കാനൊരു കാരണം എനിക്കും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവര് തിക്കിലും തിരക്കിലും പെട്ട് അവര് മരിച്ചു. അപ്പൊ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് പുള്ളി പറയാതെ വന്നത് അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതാണ് ഒരു മരണകാരണം എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം അവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ഒരു ജീവൻ രക്ഷിക്കായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവിടെ ഓൾറെഡി ആൾക്കാരൊക്കെ ഉള്ളല്ലോ. ഇല്ലില്ല, എത്രയോ സ്ഥലത്ത് അപ്പൊ അല്ലു അർജുൻ ഇങ്ങനെ പോയിട്ടുണ്ട്, എന്നിട്ട് അവിടെയൊന്നും മരിക്കുന്നില്ലല്ലോ. അതിന് അത്രയും മാത്രം ഒരു പോലീസ് സെക്യൂരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഗാർഡൻസ് ഉണ്ടാവും, അവരൊക്കെ ഒന്ന് നിയന്ത്രിക്കും. ഇത് ഒരു നിയന്ത്രണം ഇല്ലാതെ വരുമ്പോ എല്ലാരും കൂടി തടിച്ചു കൂടുമ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു ക്രൗഡിന്റെ ഇടയിലാണ് ആള് മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാപ്പൊക്കെ വന്ന് പറയും, നഷ്ടപരിഹാരമൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അതെ, ജീവൻ പോയി കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞ് നമുക്ക് തിരിച്ചു ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. ഇത് നിങ്ങളൊക്കെ എല്ലാരും പറയുന്നത് പറഞ്ഞാൽ അല്ലു അർജുൻ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തിയത് പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം അറിഞ്ഞുകൊണ്ടല്ല, അത് ഓക്കെയാണ്. പക്ഷെ എന്താ പറയാ, പോയൊരു ജീവനാണ്. അതിന് നമുക്ക് തിരിച്ച് എന്തൊക്കെ പറഞ്ഞാലും എത്ര പൈസ കൊടുത്താലും അത് തിരിച്ചു കിട്ടത്തില്ല. അതിന് മുന്നേ അയാൾ വരുന്നതിന് മുന്നേ എടുക്കേണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് പാലിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ആ കുട്ടി സ്കൂളിൽ പോയി പഠിക്കേണ്ട കുട്ടിയാണ്, ഇപ്പൊ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. അതിനെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? അത് ന്യായീകരിക്കാൻ പറ്റില്ല. അതിപ്പം അപ്പൊ എന്താണ്, അപ്പൊ ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല എന്താണേലും. പക്ഷേ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു പേടിയോ അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലെ ഇനി ഒരു VIP അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കാതെ അതിന് വേണ്ട എല്ലാം സർപ്രൈസ് ആയിട്ട് വരുമ്പോ അവരുടെ ഫാൻസിന് എത്രമാത്രം സന്തോഷം ഉണ്ടാവും ചിന്തിച്ചിട്ടുണ്ടോ? ഫാൻസിന്റെ സന്തോഷമാണ് ഇപ്പൊ ഒരാളുടെ മരണത്തിന് വില. അവരും ആരാധകയാണ്, അത് മനസ്സിലാക്കണം. അവര് അല്ലു അർജുനെ കാണാൻ മകന്റെ നിർബന്ധത്തിന് വന്നതാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഫാൻസ് എന്ന് പറഞ്ഞാലും ഫാൻസിന്റെ ഇടയിൽ പെട്ടിട്ടാണ് ആള് മരിക്കുന്നത്. ഞാനൊരു ഫാൻസ് ആണ്, എനിക്ക് മരിച്ചോണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ അവര് പരാതി പിൻവലിച്ചല്ലോ. അതൊക്കെയാണ്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് പൈസ കൊടുത്തിട്ടോ. അപ്പം അവർക്കത് ഓക്കെ ആണെങ്കിൽ പിന്നെ വേറെ പ്രോബ്ലം ഇല്ല. അപ്പം അവരിപ്പോ അല്ലെങ്കിൽ അവർക്കത് ആ മരിച്ച സ്ത്രീക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവ് പിന്നെയും കേസിനായിട്ട് പോകത്തേ ഉള്ളായിരുന്നു. പക്ഷെ അവരത് പിൻവലിച്ച സ്ഥിതിക്ക് അവർക്ക് എന്താണല്ലോ അതിൽ പ്രോബ്ലം ഇല്ല. അല്ലു അർജുനോട് പ്രോബ്ലം ഇല്ലെന്നല്ല ഇത് കാണിക്കുന്നത് ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ ഈ ഒരു ജാമ്യം അല്ല, ഈ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നതിന് മുന്നേ ആ ഒരു നല്ല രീതിയിൽ തന്നെ അത് പാലിച്ച് അയാൾ അവിടെ പോയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അത് ചെയ്യാത്തത് ഒരു വലിയ കുറ്റം തന്നെയാണ്. അപ്പൊ അത് ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതെങ്കിൽ അയാൾ സേഫ് ആണ്. അത് ചെയ്തിട്ടില്ല, അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അതെല്ലാരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. അത് ചെയ്യാത്തതിന് അയാളെ അറസ്റ്റ് ചെയ്തു. ചെയ്യാത്തതിനാണ് അറസ്റ്റ് ചെയ്തത്. അല്ല, അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ ഒരു മരണം നടന്നത്. അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, സ്വമേധയ പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അല്ലു അർജുന് നേരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോ ഇത് എല്ലാ VIP-കൾക്കും കിട്ടേണ്ട അല്ലെങ്കിൽ അവർക്ക് ഇതൊരു പാഠമായിരിക്കും. ഇങ്ങനെ ഇനി സർപ്രൈസ് ആയിട്ട് പോയി നിൽക്കരുത് എന്നൊക്കെ. ഇനി ആരും അങ്ങനെ നിൽക്കില്ല. അതെ, പക്ഷെ അല്ലു അർജുൻ കേരളത്തിൽ വരിക അങ്ങനെയൊക്കെ വരുമ്പോ കേരളത്തിലെ ആരാധകർക്കൊക്കെ വളരെയധികം ഒരു ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതാണ് അല്ലു അർജുൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊരു മരണത്തിലേക്ക് നയിക്കുമെന്ന് അതിപ്പോ ആരായാലും അങ്ങനെ പ്രതീക്ഷിക്കത്തില്ല. അതാണ്. പക്ഷെ പ്രതീക്ഷിക്കാതെ വന്നത് എടുക്കാമായിരുന്ന, അദ്ദേഹത്തിന് പറ്റുമായിരുന്ന ഒരു കാര്യമായിരുന്നു. അത് ചെയ്യാത്തതിനാണ് പ്രശ്നം വന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പം എന്തിനാണ് ആ ഒരു കേസ് എത്രത്തോളം ആയിരുന്നു? 10 വർഷം വരെ തടവിനുള്ള കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെറിയൊരു തെറ്റ്, അത് ചെറിയ തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാനും പറ്റത്തില്ല. അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. 10 വർഷം കഠിന തടവിനുള്ള കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സിനിമാ താരം എന്ന ലേബല് അദ്ദേഹത്തിന് ഇല്ല എന്നതാണ്. എന്നുവെച്ചാൽ ആ ഒരു ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുക്കില്ല. സിനിമാ താരം നിയമത്തിന് അതീതനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസം അദ്ദേഹത്തിന് ജയിലിൽ വരെ കിടക്കേണ്ടി വന്നത്. നൽകിയിട്ട് പോലും അദ്ദേഹത്തെ ഒരു ദിവസം ജയിലിലിട്ടു. അതെ, സർക്കാരിന്റെ മനഃപൂർവ്വമുള്ള അല്ലു അർജുനെതിരെയുള്ള ഒരു നടപടിയായിട്ട് തന്നെ പറയാം. അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അങ്ങനെയും.
കാരണം സിനിമയിൽ എന്തോ അത് മെൻഷൻ ചെയ്യുന്നുണ്ടെന്നോ സിനിമയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സർക്കാരിനെ മാറ്റുന്ന തന്നെയായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ ആയിട്ട് നമുക്ക് വേണേ ഈ കേസിനെ അല്ലു അർജുനെ മനഃപൂർവ്വം ഇട്ടതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതെ, അല്ലുവിന്റെ കുടുംബം വേറെ ഏതോ പാർട്ടിയോ സിനിമേനെ പാർട്ടി അല്ല സിനിമയിലും പാർട്ടി വിമർശിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണെന്നും ചിലര് പറയുന്നുണ്ട്, അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഒരു നടനും ഇങ്ങനെ ഒരു ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല അല്ലെ. പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ അയാൾ പുറത്തിറങ്ങും. ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഫുള്ള് ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അങ്ങനെ സർക്കാർ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണെന്ന് തന്നെ പറയാം. പക്ഷേ അതിന്റെ കൂടെ തന്നെ നമ്മുടെ രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ്, സിനിമാ താരം എന്ന നിയമത്തിന് അതീതനല്ല. ആ ഒരു സിനിമാ താരം ആയതുകൊണ്ട് എനിക്ക് ഒരു ദിവസം കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പറ്റത്തില്ല. ഇതിപ്പോ സാധാരണ ഏതൊരാളായിരുന്നെങ്കിലും ഒരു ദിവസം കിടക്കേണ്ടി വരും. ജാമ്യം നൽകിയിട്ടും വിട്ടില്ലെന്ന് പറയുമ്പോ അത് പോലീസിന്റെയും സർക്കാരിന്റെയും കൂടെ ഗൂഢാലോചന തന്നെയാണെന്ന് പറയാം. ഇപ്പൊ കോടതി ജാമ്യം നൽകി എന്നിട്ടും അത് വിടാത്തത് അത് അവരുടെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിട്ടേ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കേസ് ഒഴിവാക്കി അല്ലേ, ഒഴിവാക്കാനുള്ള തീരുമാനം ആ ഭർത്താവ് എടുത്തു എന്നാണ്, മരിച്ച ഭാര്യയുടെ ഭർത്താവ് എടുത്തു. ഭാര്യയുടെ മരിച്ച സ്ത്രീയുടെ ഭർത്താവ്. സോറി. അപ്പൊ അപകടം നടന്നത് ഇങ്ങനെയാണ്. പുഷ്പ ടു ദ റൂൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ അപ്രതീക്ഷിതമായി എത്തിയ അല്ലു അർജുനെ കാണാൻ തിയേറ്ററിൽ തടിച്ചുകൂടി നിന്നവർ തിക്കും തിരക്കും കൂട്ടിയതാണ് ദുരന്തത്തിന് വഴിമാറിയത്. 35-കാരി കൊല്ലപ്പെടുകയും മകന് പരിക്കേൽക്കുകയുമായിരുന്നു. തിയേറ്റർ മാനേജ്മെന്റും അഭിനേതാക്കളുടെ സംഘടനയും നടനും നായികയും തിയേറ്റർ സന്ദർശിക്കുന്നതായി അറിയിച്ചില്ലെന്നാണ് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ CV അനന്തിന്റെ പ്രതികരണം. അപ്പോൾ കോടതിയിൽ നടന്ന പുഷ്പ 2ന്റെ പ്രീമിയർ ദിവസം അപ്രതീക്ഷിതമായി അല്ലുവും സംഘവും തിയേറ്ററിൽ എത്തിയത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയെന്നും അതാണ് അപകട കാരണമെന്നും അല്ലു അർജുന് ജാമ്യം നൽകരുതെന്നും ആവശ്യപ്പെട്ട് സർക്കാർ അഭിഭാഷകന്റെ വാദം. അപ്പോൾ അല്ലു അർജുൻ അടക്കമുള്ള താരങ്ങളോട് തിയേറ്റർ സന്ദർശിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്നും ഇതിന്റെ രേഖകൾ ഉടൻ ഹാജരാക്കണമെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ബോധപൂർവം ആരെയും ഉപദ്രവിക്കാൻ നടൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തിരക്കും തിക്കും നിയന്ത്രിക്കുന്ന പോലീസാണെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. നടന്നതിനൊന്നും അല്ലു ഉത്തരവാദിയല്ല. ദുരന്തം നടക്കുമ്പോൾ താരം തിയേറ്ററിനകത്തായിരുന്നു. അന്വേഷണവുമായി സഹകരിക്കാൻ അല്ലു തയ്യാറാണെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യഹർജി തള്ളിയാൽ ചെഞ്ചൽഗുഡയിലെ ജയിലിലേക്ക് അല്ലു അർജുനെ മാറ്റാനായി പോലീസ് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹം റിഫ്യൂസ് ഒന്നും ചെയ്യാതെ എല്ലാത്തിനും ഓക്കെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം സഹകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമാ താരം എന്നൊരു പരിഗണന നൽകില്ല എന്നും പറയുന്നുണ്ട്. അതിപ്പോ ഈ സർക്കാരും അവരും തമ്മിലുള്ള ഒരു ഭരണത്തിന്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയായിരുന്നു അല്ലു അർജുനെ. ഇന്നലെ കേരളത്തിലടക്കം അല്ലു അർജുൻ ഫാൻസിനൊക്കെ വളരെയധികം നിരാശയുള്ള ഒരു കാര്യമായിരുന്നു. അതെ. നേരത്തെ കേട്ടില്ലായിരുന്നു, തൃശ്ശൂര് അല്ലു അർജുന്റെ മലയാളി ഫാൻസ് എല്ലാരും കൂടി പ്രതിഷേധം നടത്താനൊക്കെ തുടങ്ങുന്നതൊക്കെ പറയുന്നുണ്ട്. അല്ല, അതെന്തിനാണ് തൃശ്ശൂർ കൊണ്ടുപോയി നടത്തുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ആൾക്കാർ പ്രതികരിക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഫാൻസിന് ഇതൊരു വലിയ സങ്കടത്തിലാണ്. ഒരു ദിവസം ജയിലിൽ കടന്നെന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു ഇതായിരിക്കും. അതെ, ഇനി ഇതിന്റെ ഇടയിൽ എന്തൊക്കെ വരുമോ എന്തൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോ അടുത്ത ന്യൂസ് ആണോ? അടുത്ത ന്യൂസ് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ന്യൂസാണ് പ്രിയങ്ക ഗാന്ധി. അപ്പൊ പ്രിയങ്ക ഗാന്ധി മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രിയങ്ക ഗാന്ധി കന്നി പ്രസംഗത്തിൽ സെൽഫ് ഗോൾ. ഇത് കന്നി പ്രസംഗത്തിൽ BJPക്കും മോദി സർക്കാരിനും നേരെ രൂക്ഷ വിമർശനങ്ങൾ എറിഞ്ഞ പ്രിയങ്ക ഗാന്ധി രാജ്യം ഭയ അന്തരീക്ഷത്തിലാണെന്നും ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ സുരക്ഷാ കവചങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP മോദി സർക്കാരും തകർക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. അപ്പം രാജ്യം ഇപ്പം നിലനിൽക്കുന്നത് ഭയ അന്തരീക്ഷത്തിലാണെന്നും ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ സുരക്ഷാ കവചങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP മോദി സർക്കാരും ഇല്ലാതാക്കിയെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. അപ്പൊ പ്രധാനമന്ത്രി പാർലമെന്റിനുള്ളിൽ വെച്ച് തന്റെ നെറ്റി ഭരണഘടനയിൽ തൊട്ടു. എന്നാൽ സംഭലിലും ഹഫ്രാസിലും മണിപ്പൂരിലും നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ ഉയരുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു ചുളിവ് പോലും വീഴുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.
ഓക്കെ, അപ്പം നമുക്കറിയാം ഈ മണിപ്പൂരിലെ വിഷയത്തിലൊക്കെ ആണെങ്കിലും മോദി ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് നടക്കുമ്പോൾ മോദി ഒരിക്കലും മണിപ്പൂരിലെ വിഷയത്തിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പൊ അതാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്ര എന്ന വിശേഷത്തിൽ ആരംഭിച്ച ചർച്ചയിലാണ് വയനാട്ടിൽ നിന്നുള്ള MP പ്രിയങ്ക ഗാന്ധി സഭയിൽ കന്നിപ്രസംഗം നടത്തിയത്. പ്രതിപക്ഷ നിരയിൽ ആദ്യം സംസാരിച്ചതും അവരായിരുന്നു. അപ്പം 35 മിനിറ്റ് പ്രസംഗത്തിൽ അദാനി വിഷയം, ജാതി സെൻസസ്, വനിതാ സംവരണം, EDയുടെ ദുരുപയോഗം തുടങ്ങിയ ആരോപണങ്ങളും പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചു. അപ്പൊ പ്രധാനമായിട്ടും പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചെന്ന് പറയുന്നത് സ്പീച്ചിൽ തന്നെ നല്ലൊരു സർക്കാരിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ അദാനി വിഷയം, ജാതി സെൻസസ്, വനിതാ സംവരണം, EDയുടെ ദുരുപയോഗം എന്നിവയാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവാണ് ഉത്തരവാദി. നെഹ്റുവിന്റെ പേര് പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും നീക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകളിൽ നിന്നും നെഹ്റുവിന്റെ പേര് മായ്ക്കാൻ കഴിയില്ല. എല്ലാ മേഖലകളും സർക്കാർ അദാനി കമ്പനിക്ക് തീരെഴുതുകയാണ്. വയനാട് മുതൽ ലളിത്പൂർ വരെയുള്ള കർഷകർ ദുരിതത്തിലാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി മോദിക്കെതിരെ ശക്തമായിട്ട് ഓക്കെ, ഇതിന്റെ അകത്ത് അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. തുടക്കക്കാരിയുടെ സങ്കോചമില്ലാതെ ലോകസഭയിൽ തന്റെ കന്നി പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി കത്തി കയറിയപ്പോൾ അഭിനന്ദന പ്രവാഹവുമായി കോൺഗ്രസ് നേതാക്കൾ എത്തി എന്ന രീതിയിൽ പ്രിയങ്കയുടെ പ്രസംഗം കഴിഞ്ഞയുടൻ മുൻനിരയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് 4ാം നിരയിലെ പ്രിയങ്കയുടെ ഇരിപ്പിടത്തിലെത്തി നെറ്റിയിൽ മുത്തം നൽകിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഹോദരിയെ അഭിനന്ദിച്ചത്. പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം അമ്മ സോണിയാഗാന്ധിയും ഭർത്താവ് റോബർട്ട് വാദ്രയും മകൻ റെയ്ഹാനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുറിയിലിരുന്നാണ് കേട്ടത്. പ്രിയങ്കയുടേത് മികച്ച പ്രസംഗമായിരുന്നു എന്നാണ് സോണിയ അഭിപ്രായപ്പെട്ടത്. അവളുടെ അനുഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിച്ചുവെന്ന് റോബർട്ട് വാദ്ര അഭിപ്രായപ്പെടുന്നു. അതായത് ഫസ്റ്റ് സ്പീച്ചിൽ തന്നെ ആ ഒരു വിമർശിക്കേണ്ടവയെല്ലാം വിമർശിച്ച് പരാമർശിക്കേണ്ടവയെല്ലാം പരാമർശിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗം, അത് അത്രയും മാത്രം അഭിനന്ദിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞത്. എന്തായാലും നല്ല കാര്യം. പിന്നെ ഹിമാചൽ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി. അവിടെ കോൺഗ്രസ് ഭരണമെന്നും ഹിമാചലിൽ കോൺഗ്രസ് ഭരണമെന്ന് BJP, അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിയമങ്ങൾ നിർമ്മിക്കുമെന്നും വിമർശനത്തിനിടെ ഹിമാചൽ സർക്കാരിനെതിരെയും പാർലമെന്റിൽ വിമർശനം തൊടുത്ത് പ്രിയങ്ക ഗാന്ധി വദ്ര. ആ സർക്കാർ നിങ്ങളുടേതെന്ന് വിമർശിച്ച് BJP. ഓക്കെ, അപ്പൊ ആ സർക്കാർ എന്ന് നിങ്ങളുടേതെന്ന് വിമർശിച്ചപ്പോ BJP, പ്രിയങ്ക ഗാന്ധി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ BJP തിരിച്ചും വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ നടന്ന പ്രത്യേക സമ്മേളനത്തിലാണ് വയനാട്ടിൽ നിന്നുള്ള MP സ്വയം വെടിപൊട്ടിച്ചത്. ആപ്പിൾ കർഷകരുടെ ഉപജീവനത്തിന് ഹാനികരമായ നയങ്ങൾ നടപ്പാക്കരുതെന്ന് ആരോപിച്ചായിരുന്നു പ്രിയങ്കയുടെ വിമർശന വർഷം. ഹിമാചലിലെ ആപ്പിൾ കർഷകർ കരയുകയാണ്. കാരണം എല്ലാം ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിമറിയുകയാണ്. ഇന്നത്തെ സർക്കാർ എല്ലാ കോൾഡ് സ്റ്റോറേജുകളും അദാനിക്ക് നൽകി. ഒരാളെ കൈവെള്ളയിൽ ഉയർത്തിപ്പിടിക്കുന്നു. 142 കോടി ഇന്ത്യക്കാരെ അവഗണിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ നില. അപ്പം അദാനി വിഷയം അവിടെ പരാമർശിച്ചിട്ടുണ്ടല്ലേ. എല്ലാം അദാനിക്ക് കൊടുക്കുന്ന ആ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു അനാസ്ഥയെ ചോദ്യം ചെയ്തിട്ടുണ്ട് പ്രിയങ്ക. ഇപ്പൊ 142 കോടി ഇന്ത്യക്കാരെ അവഗണിച്ചിട്ട് ഒരാളെ മാത്രം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഓൾറെഡി ആള് നല്ല റിച്ച് ആണ്, ഇനി എന്തിനാണ് ഇങ്ങനെ ഉയർത്തുന്നത്? അതാണ് മോദി അദാനി തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എല്ലാവർക്കും അറിയാം. കാരണം മോദി രാഷ്ട്രീയത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അദാനിയുടെ കൂടെ. ഇവര് തമ്മിൽ എന്തെങ്കിലും അദാനിക്കെതിരെ കേസ് വന്നാലും മോദി പ്രതികരിക്കുന്നില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാണ് ഇപ്പോഴത്തെ നില. റെയിൽവേ, വിമാനത്താവളങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ബിസിനസ്സുകളും ഒരാൾക്കാണ് നൽകുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അപ്പോൾ റെയിൽവേ, വിമാനത്താവളങ്ങൾ, അങ്ങനെ എല്ലാ ബിസിനസ്സുകളും ഒരാൾക്കാണ് നൽകുന്നത്. കന്നിപ്രസംഗത്തിൽ മോദി സർക്കാർ ഭരണഘടന ലംഘിക്കുകയാണെന്നും ജനതാൽപര്യങ്ങൾക്കപ്പുറം വ്യവസായിക താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നുമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. അതായത് മോദി സർക്കാർ ഭരണഘടന ലംഘിക്കുകയാണെന്ന് ജനതാൽപര്യങ്ങൾക്കപ്പുറം വ്യവസായിക താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. നീതിയും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് ഭരണഘടന അനിവാര്യമാണെന്ന് അവർ ഊന്നിപ്പറഞ്ഞു. സ്ത്രീകൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ന്യായമായ ആതിഥ്യം ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഹിമാചലിലെ ഉദാഹരണത്തിന്റെ പേരിൽ BJP പ്രിയങ്കയെ വെറുതെ വിട്ടില്ല. പ്രിയങ്കയുടെ വാക്കുകളിൽ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ നാക്കുപിഴയുമായി താരതമ്യപ്പെടുത്താനും പലരും മറന്നില്ല. അദാനി വിഷയത്തിൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകരുടെ മോശം അവസ്ഥയാണ് അവർ സ്വന്തം പാർട്ടിയുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തി. രാഹുലിനെ പോലെ പ്രിയങ്കയും അവബോധമില്ലായ്മയാണ് ഉദാഹരണമാണിതെന്നും എക്സിൽ BJP IT സെൽ മേധാവി അമിത് മാളവ്യ പോസ്റ്റ് ഇട്ടു. അപ്പം
പ്രിയങ്ക ഗാന്ധി മെയിനായിട്ട് ഇവിടെ ആപ്പിൾ കർഷകരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്, ഉദാഹരണമായിട്ട് പറഞ്ഞത്. അപ്പൊ അത് രാഹുൽ ഗാന്ധി ഇത്തരത്തില് ഉദാഹരണം, കൃത്യമല്ലാത്ത ഉദാഹരണം പറയുന്നെന്ന് പറഞ്ഞിട്ടാണ് BJP ഇതിനെതിരെ വിമർശിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി തന്റെ കന്നി പ്രസംഗത്തിൽ തന്നെ മോദി സർക്കാരിനെതിരെ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇനി അടുത്ത ഏതാണ് ന്യൂസ്? അടുത്തൊരു ന്യൂസാണ് 17,940 ഇന്ത്യക്കാർക്ക് ട്രംപ് ഭീഷണി. നാടുകടത്തൽ പേടിയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം അനധികൃത കുടിയേറ്റ പട്ടിക തയ്യാറാക്കി. അപ്പം ട്രംപ് തന്റെ ഭരണകാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് തന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനധികൃതമായിട്ട് അമേരിക്കയിൽ കുടിയേറുന്നവരെ കുടിയൊഴിപ്പിക്കും എന്നുള്ളത്. കാരണം അതിലൂടെയാണ് മയക്കുമരുന്ന് അങ്ങനത്തെയുള്ള വസ്തുക്കളൊക്കെ അമേരിക്കയിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തടയുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭീഷണിയിൽ ഇപ്പൊ 18,000 ഇന്ത്യക്കാരുണ്ട്. ഇതിനകത്ത് ഉടനെ 17,940 മാതൃഭൂമി അത് റൗണ്ട് ചെയ്ത് മംഗളം 18,000 ആക്കിയിട്ടുണ്ട്. അപ്പൊ ജനുവരിയിൽ അധികാരമേറ്റ ഉടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. 17,940 ഇന്ത്യക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പം ജനുവരിയിൽ അധികാരമേറ്റ ഉടനെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യക്കാരെല്ലാം തിരിച്ചു പറഞ്ഞു വിടുകയാണ്, ഇനി ഞങ്ങളുടെ സ്ഥലത്ത് വേണ്ട എന്നൊരു തീരുമാനം. 17,940 അത് അവര് 18,000 അത്രയും ഇന്ത്യക്കാർക്കാണ് ഈ ഭീഷണി. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. അപ്പം ഈ പട്ടികയ്ക്കകത്ത് വരുന്നത് 17,940 പേര് ഇന്ത്യക്കാരാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പൊ കൂടുതലും ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കുമെന്നാണ് സൂചന. അപ്പൊ ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്നാണ് സൂചനകൾ. തങ്ങളുടെ പൗരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ICE പറഞ്ഞു. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ ചാർട്ടേഡ് വിമാനത്തിൽ US തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ 2023-24 സാമ്പത്തിക വർഷം 1,100ഓളം പേരെ നാടുകടത്തിയെന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നത്. അപ്പം ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ തന്നെ 2023-24 സാമ്പത്തിക വർഷത്തിൽ 1,100ഓളം പേരെ നാട് കടത്തിയെന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നത്. അപ്പൊ അധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ICE ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പം മടങ്ങിയെത്തുന്ന പൗരരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹകരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ്. അപ്പം നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയ 15 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. അതെ, അത് ഏതൊക്കെയാണെന്ന് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാടുകടത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തങ്ങളുമായി സഹകരിക്കാത്ത രാജ്യങ്ങളാണ് ICE ഇന്ത്യയെ മുദ്ര കുത്തുന്നത്. പൗരന്മാരെ തിരിച്ചു സ്വീകരിക്കാനുള്ള നടപടികൾ യഥാസമയം സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ഇന്ത്യ, ഭൂട്ടാൻ, മ്യാൻമർ, ക്യൂബ, കോങ്കോ, എറിത്രിയ, എത്യോപ്യ, ഹോങ്കോങ്, ഇറാൻ, ലാവോസ്, പാകിസ്ഥാൻ, ചൈന, റഷ്യ, സൊമാലിയ, വെനസ്വേല എന്നീ 15 രാജ്യങ്ങളാണ് ICE സഹകരിക്കാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് നാട് കടത്തുന്ന എന്നാണോ? ഓക്കെ. അപ്പൊ ഇന്ത്യക്കാർക്ക് എന്താണേലും വലിയൊരു ഭീഷണിയാണത്. അതെ, നമ്മളെല്ലാരും പുറത്തോട്ട് പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ കൂടുതലും ആൾക്കാര് വിദേശത്ത് സെറ്റിൽഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെ, അവിടെ കുറച്ചും കൂടി നല്ല ബെറ്റർ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ആയാലും ലൈഫ് സെറ്റിൽ ആവാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, അവിടെ ഉള്ളവരോടെല്ലാം തിരിച്ചു പോവാൻ പറയാണ്, മതി ഇവിടെ ജീവിച്ചത് എന്ന രീതിയിൽ. അതെ, അപ്പം ട്രംപിന്റെ നടപടിയാണ്. അപ്പൊ നമുക്ക് ആരും അതിനെ എതിർക്കത്തില്ല. ഇപ്പൊ മോദിയും ട്രംപ് നല്ല സൗഹൃദത്തിലാണെങ്കിൽ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ തുടർന്ന് മോദി സർക്കാർ എന്താണേലും അതിനെതിരെ പ്രതികരിക്കത്തില്ല. അപ്പം ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭീഷണി. എന്താണെന്ന് ഇനി നമുക്ക് കാണാം. ഇനി മറ്റൊരു ന്യൂസാണ്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് താം നമ്മൾ കോമഡി ആയിട്ട് പറയുന്നത്, പക്ഷെ കോമഡി അല്ല കേട്ടോ. അതല്ല, രക്ഷാപ്രവർത്തനത്തിന് കൂലി ചോദിച്ച കേന്ദ്രം വയനാട്ടിലെ സേവനത്തിന് മാത്രം നൽകേണ്ടത് 13.65 കോടി. അധിക സഹായത്തിന് ഇപ്പോഴും മൗനം.
132 കോടി. ഓക്കെ, ഈ ഒരു ന്യൂസ് എനിക്ക് തോന്നുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ന്യൂസ് നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതാണ്. പറയുന്നുണ്ട്. എന്നിട്ട് കൂടി പത്രങ്ങള് റിപ്പോർട്ട് ചെയ്യുന്നതും എങ്കിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങളുമാണ്. എന്നിട്ട് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. അതെ, എന്നിട്ട് കൂടി അതിന് ഇതുവരെ ഒരു ഫലമുണ്ടായില്ല എന്ന് പറയുന്നത് ഖേദകരമായ ഒരു അവസ്ഥയാണ്. നമുക്കൊരു ഇത്രയും മാത്രം ഒരു അപകടം ഉണ്ടായ ഒരു സ്ഥലത്ത് നേരിട്ട് കണ്ടവരാണ് മോദിയൊക്കെ. എന്നിട്ട് കൂടി അതിനുള്ള ദുരിതാശ്വാസ സഹായം നൽകുന്നില്ല എന്ന് പറയുന്നത് അല്ലേ, നമ്മളെല്ലാം അവഗണിക്കുന്ന രീതിയിലല്ലേ. എനിക്ക് തോന്നുന്നു അവരുടെ കയ്യില് നമ്മുടെ ഇന്ത്യ ഭൂപടത്തില് കേരളം അവരുടെ ഇതിലില്ലെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അവര് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടെ പരിഗണിച്ചിരുന്നു, അവർക്ക് ധനസഹായം നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ കേരളം ഇത്രയും ആവശ്യപ്പെട്ടിട്ട് പോലും അവര് ഒന്നും തരാൻ തയ്യാറാകുന്നില്ല. അപ്പൊ വയനാട് പുനരധിവാസത്തിനും കേന്ദ്ര സഹായം വൈകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതിനടക്കം പണം ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 14 വരെ വിവിധ ഘട്ടങ്ങളായി വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും 13.65 കോടിയാണ് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തുവാ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് 13.65 കോടിയാണ് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2006 മുതൽ ഈ വർഷം സെപ്റ്റംബർ 30 വരെ വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് പ്രതിരോധ സേനയ്ക്ക് 132.61 കോടി സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. ഓക്കെ, അപ്പം അവിടെ ഒരുപാട് ഹെലികോപ്റ്റർ അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഇപ്പൊ അവര് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 2006 മുതൽ സെപ്റ്റംബർ 30 വരെ വിവിധ ഘട്ടങ്ങളായി രക്ഷാപ്രവർത്തനം നടത്തിയതിന് പ്രതിരോധ സേനയ്ക്ക് 132.61 കോടിയാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. അപ്പൊ ഈ തുക മുഴുവൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പ്രതിരോധ മന്ത്രാലയം കത്തും നൽകിയിട്ടുണ്ട്. അപ്പൊ പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് 100 കോടിയോളം രൂപ സംസ്ഥാനം നൽകിയിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് 100 കോടിയോളം രൂപ സംസ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. മറ്റ് പല സമയങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ആകെ തുകയാണ് അവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം, തിരച്ചിലും മറ്റ് രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. സംസ്ഥാനം നന്ദിപൂർവ്വമാണ് അവരെ യാത്ര അയച്ചത്. അപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് ജൂലൈ 30, 31, ഓഗസ്റ്റ് 8, 14 ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന്റെ കണക്കുകളാണ് സേന നൽകിയിട്ടുള്ളത്. ഉരുൾപൊട്ടൽ നടന്ന ജൂലൈ 30 8.91 കോടിയും 31-ന് 4.2 കോടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ അധിക സഹായം വേണമെന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാനം തർക്കം തുടരുന്നതിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആവശ്യം. അപ്പം പുനരധിവാസങ്ങൾക്ക് കൂടുതലും സഹായം വേണമെന്ന് ഇപ്പം കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ആ സാഹചര്യത്തിലാണിപ്പോൾ തർക്കം തുടരുന്നതിനിടെയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ ആവശ്യം. അപ്പം കേരളം മൊത്തത്തിൽ പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പം നമ്മൾ കേരളത്തെ പുനരധിവസിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതിരോധ മന്ത്രാലയം ഇപ്പം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദുരന്താനന്തര ആവശ്യങ്ങൾ അവലോകന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതിനാലാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാതെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. എന്നാൽ ഇത് വിചിത്രമാണെന്നും ദുരന്തമേഖലയിലെ ജനങ്ങൾ ദ്രോഹിക്കുന്ന നടപടിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച മാതൃകയിൽ കേരളത്തിനും അധിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുവദിച്ചിട്ടില്ലെന്നും മന്ത്രി കെ രാജനും ചൂണ്ടിക്കാട്ടി. ഓക്കെ, അപ്പം പല സംസ്ഥാനങ്ങൾക്കും ദുരന്തം നടന്നെന്ന് പറഞ്ഞിട്ട് ദുരന്തം നടന്നതിനെ തുടർന്ന് അവർ ധനസഹായം നൽകിയിട്ടുണ്ട്. പക്ഷേ കേരളത്തെ മാത്രം അവഗണിക്കുകയാണ്. അപ്പം കേരളം എന്താണേലും പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 132 കോടിയാണ് കൊടുക്കേണ്ടത്. കേരളത്തിന് ആവശ്യമായിട്ടുള്ളത് അല്ലേ, ഇത് കൊടുക്കണം. അതായത് നമ്മള് പ്രതിരോധ മന്ത്രാലയത്തിന് കൊടുക്കണം. നമ്മൾ ഹെലികോപ്റ്റർ അടക്കമുള്ള സഹായങ്ങൾ നൽകിയില്ലേ ദുരന്തത്തിന്റെ സമയത്ത്. അപ്പൊ ആ സമയത്ത് ചെയ്ത് ഇപ്പൊ 2006 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിനാണ് 132.61 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകേണ്ടത്. അപ്പം അല്ലാതെ പുനരധിവസിക്കാനുള്ള പൈസ പോലും ഇപ്പം കേരളത്തിന് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെയാണ് ഇതും കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വയനാട്ടിലെ സേവനത്തിന് മാത്രം നൽകേണ്ടത് 13.65 കോടി. അധിക സഹായത്തിൽ ഇപ്പോഴും കേന്ദ്രം മൗനം പാലിക്കുകയാണ്. അപ്പം എന്നാലും നമ്മുടെ ദുരിതാശ്വാസ ഫണ്ട് കാലി ആയ ഒരു അവസ്ഥയാണ്. അതിന് ഇനി എന്തെങ്കിലുമൊക്കെ ലഭിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതായി എന്ത് ചെയ്യും? അതിനാണ് കേന്ദ്രത്തോട് കുറച്ച് ആവശ്യപ്പെടുന്നത്. അപ്പൊ അവരും നമ്മളെ കണ്ടില്ല എന്ന രീതിയിൽ പറയാണ്.
ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം. സോറി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് സൈബർ കുറ്റകൃത്യം. രാജ്യത്ത് 85 ലക്ഷം മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചു. ടെലികോം മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെയും വഞ്ചന, തട്ടിപ്പുകൾ എന്നിവ തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആകമാനം 85 ലക്ഷം മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന്റേതാണ് ഈ നടപടി. വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണം നൽകിയ വിശദമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം കണക്ഷനുകൾ റദ്ദാക്കിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് നേടിയ 78.33 ലക്ഷം കണക്ഷനുകളും സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട 6.78 ലക്ഷം കണക്ഷനുകളും വിച്ഛേദിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പം 85 ലക്ഷം മൊബൈൽ കണക്ഷനുകളാലും ആണ് വിച്ഛേദിച്ചിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള രേഖകളില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കാം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എടുക്കുന്ന ആ ഒരു സിം കാർഡൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ വിച്ഛേദിച്ചിരിക്കുകയാണ്. അതെന്തിനാണ്? സൈബർ കുറ്റകൃത്യം തടയുന്നതിനായിട്ട്. സൈബർ കുറ്റകൃത്യം ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. പലതരത്തിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ പോലീസ് വന്നിട്ട് പിടികൂടി എന്നൊക്കെ കേസൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനത്തെ ഓരോരോ ന്യൂസൊക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെലികമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഇത് വിച്ഛേദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ക്രൈം കുറയാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുന്നതിന് ടെലികോം സേവന നേതാക്കൾക്ക് വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ടെലികോം കമ്പനികൾക്ക് വേണ്ടി ഉപയോക്താക്കളെ എൻറോൾ ചെയ്ത് സിം കാർഡുകൾ നൽകുന്ന ഫ്രാഞ്ചൈസികൾ, വിതരണക്കാർ, ഏജന്റുകൾ തുടങ്ങിയ എല്ലാ പോയിന്റ് ഓഫ് സെയിൽസ് കേന്ദ്രങ്ങൾക്കും രജിസ്ട്രേഷൻ നിയന്ത്രണങ്ങൾ ബാധകമാണ്. പുതിയ മൊബൈൽ കണക്ഷനുകൾ നൽകുന്നത് സുരക്ഷിതത്വവും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ടെലികോം വകുപ്പിന്റെ ഈ നടപടികൾ. പുതിയ കണക്ഷനുകൾ എടുക്കുന്നവർക്ക് ബയോമെട്രിക് വെരിഫിക്കേഷനും മേൽവിലാസ പരിശോധനയും നിർബന്ധമാണ്. ജമ്മു കാശ്മീർ, അസം എന്നിവിടങ്ങളിൽ പോലീസ് റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചാലേ മൊബൈൽ കണക്ഷനുകൾ ലഭ്യമാകുകയുള്ളൂ. വ്യവസ്ഥകൾ ലംഘിച്ച് കണക്ഷനുകൾ നൽകിയാൽ ബന്ധപ്പെട്ട POSകളിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പിഴ തുകയും ഈടാക്കും. തെറ്റായ വിവരങ്ങളിലൂടെയും വഞ്ചനാ പ്രവർത്തനങ്ങൾ വഴിയും കണക്ഷനുകൾ നൽകുന്ന പോയിന്റ് ഓഫ് സെയിൽസ് കേന്ദ്രങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഈ പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഈ സിം കിട്ടാൻ ചാൻസസ് ഉള്ളത് എവിടെയൊക്കെയാണോ അതിനെയാണ് പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അത് പലതരത്തിൽ കിട്ടും. ഫ്രാഞ്ചൈസികളോ വിതരണക്കാരോ ഏജന്റുമാരോ അങ്ങനെ പലതരത്തിലായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരിനി നമ്മളിങ്ങനെ പോയി എടുക്കുന്ന സമയത്ത് ബയോമെട്രിക് വെരിഫിക്കേഷനിലൂടെ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഈ ഏജൻസികൾക്കും ഒക്കെ ഏജന്റുമാർക്കൊക്കെ മേൽവിലാസം അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇനി സിം കാർഡ് ബാക്കിയുള്ളവർക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അവിടുന്ന് തന്നെ തുടക്കത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി കെട്ടിപ്പടുത്ത് വരുന്നുവെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെയുള്ള ഒരു രീതിയിലാണ് ഈ സൈബർ ക്രൈം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാലും നല്ലൊരു കാര്യമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവട്ടെ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 85 ലക്ഷം മൊബൈൽ കണക്ഷനുകളാണ് വിച്ഛേദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം. അടുത്ത ന്യൂസ് എന്താണ്? നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്, മറ്റേ 4 പേര് ആക്സിഡന്റ് പറ്റി ഒരേപോലെ മരിച്ചില്ലേ? അതെ, പാലക്കാട് ലോറി അപകടത്തില് 4 സ്കൂൾ കുട്ടികൾ 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന 4 കുട്ടികൾ ബസ്സിനകത്ത് നിൽക്കെ അവരുടെ ലോറി ഇടിക്കുകയായിരുന്നു. അങ്ങനെ 4 പേരും മരിക്കുകയുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. അപ്പൊ അവരുടെ ഖബറടക്കമായിരുന്നു ഇന്നലെ അല്ലേ? ഇന്നലെ. അപ്പം ഉറ്റവർ അന്തി ഉറങ്ങി ഒരുമിച്ച്. അപ്പൊ അവര് ചെറുപ്പം തൊട്ട് തന്നെ ഒരുമിച്ചാണ് പഠിച്ചതും വളർന്നതും അല്ലെ. ഇപ്പം മരിക്കുന്നത് ഒരുമിച്ച്. അപ്പൊ അത് ഇന്നലെ ന്യൂസിനകത്തൊക്കെ ഇത് വളരെ എല്ലാവരെയും ഒരു സങ്കടത്തിലാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ ഖബറടക്കമൊക്കെ പല ന്യൂസ് ചാനൽസിലും ലൈവായി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അത് എഫക്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ശരിക്കും അനുഭവിക്കുന്ന ആൾക്കാര് അവരുടെ അവസ്ഥ എന്തായിരിക്കും? വീട്ടുകാർക്കൊക്കെ വളരെയധികം സങ്കടമായിരിക്കും. അപ്പം ഹൃദയം നുറുങ്ങിയ വേദനയിൽ ഉറ്റ സുഹൃത്തുക്കൾക്ക് നാട് വിട നൽകി. പാലക്കാട് കരിമ്പ പനയമ്പാടം വളവിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ചേറുള്ളി പെട്ടേത്തൊട്ടി വീട്ടിൽ അബ്ദുൾ റഫീഖിന്റെയും ജസീനയുടെയും മകൾ റിദ ഫാത്തിമ, പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലീമിന്റെയും
ഫരീസയുടെ മകൾ ഇർഫാന ഷെറിൻ, കവുളങ്ങേൽ വീട്ടിൽ അബ്ദുൾ സലീമിൻ്റെയും നബീസയുടെ മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ്റെയും സജ്നയുടെ മകൾ ആയിഷ എന്നിവരുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയോടെ പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിൽ ഖബറടക്കി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ 5:15 മൃതദേഹങ്ങളുമായി ആംബുലൻസ് കരിമ്പയിൽ നിന്ന് പുറപ്പെട്ടത്. ഉറ്റവരുടെ കണ്ണീര് പോലെ പെയ്യുന്ന ചാറ്റൽ മഴയിലും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം പൊന്നോമനകളെ ഒരു നോക്ക് കാണാൻ ഓരോ വീട്ടിലും എത്തി. പൊട്ടിക്കരയുന്ന വിദ്യാർത്ഥികളെ ആശ്വസിപ്പിക്കാൻ അധ്യാപകരും പാടുപെട്ടു. പ്രാർത്ഥനയ്ക്ക് ശേഷം മൃതദേഹം വീടുകളിൽ നിന്ന് എടുക്കുമ്പോൾ മാതാപിതാക്കൾ ഹൃദയം തകരുന്ന വേദനയിൽ വിളിച്ചു. അപ്പോൾ MLA-മാരായ കെ ശാന്തകുമാരി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ വീടുകളിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. രാവിലെ 8 വീടുകളിൽ നിന്ന് മൃതദേഹങ്ങൾ തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താണേലും എന്താ സങ്കടം ഉണ്ടാക്കുന്ന ശരിക്കും, കാരണം അവരെ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ചാണ് പഠിച്ചത്, ഒരുമിച്ച് മരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരുമിച്ചുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് അവരുടെ ഫോട്ടോസിൽ അവർ 4 പേരും ഒരുമിച്ചാണ്. അത്ര ഒരു തിക് ഫ്രണ്ട്സ് ആയിട്ടുള്ള 4 പേര് മരണത്തിലും ഒരുമിച്ചാകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകും. കാരണം ആ കുടുംബക്കാർക്കും അത്രമാത്രം അത് എഫക്റ്റ് ചെയ്യും. ഇതിനെ കുറിച്ച് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. എന്താ പറയാ, അപകടത്തെ കുറിച്ചൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സങ്കടകരമായൊരു കാര്യം. എന്തായാലും ഇനി എങ്ങനത്തെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ ഒരു പ്രദേശത്ത് ഒന്നാമത് ഡേഞ്ചർ സോൺ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പറയുന്നുണ്ട് അവർക്ക് അപകടം ഒരു പുതിയ കാര്യമല്ലെന്ന്, കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയാലും അത് തെന്നി വീഴാനുള്ള വളരെ ചാൻസ് കൂടിയ ഒരു റോഡാണ്. അവിടേക്ക് ഒരു ഹെവി ലോഡുമായിട്ടൊരു വാഹനം വരുമ്പോൾ തൊട്ടടുത്ത് സ്കൂളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെയായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യല്ലേ. ഇത് വായിച്ചു. ഓക്കെ, അപ്പൊ അതാണ് ആ ന്യൂസ്. അതാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പം യുക്രൈൻ, അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് യുക്രൈൻ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം. അതായത് യുക്രൈൻ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കി റഷ്യ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്റർനാഷണൽ തലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ, യുക്രൈൻ റഷ്യ. അപ്പം യുക്രൈന്റെ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ക്രൂയിസ് മിസൈൽ ആക്രമണം. 93 മിസൈലുകളും 200-ലധികം ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഓക്കെ, അപ്പം 93 മിസൈലുകളും 200-ലധികം ഡ്രോണുകളും ഉപയോഗിച്ചിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത്. അപ്പോൾ 81 മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും അദ്ദേഹം അവകാശപ്പെട്ടു. റഷ്യൻ ആക്രമണത്തിൽ ഹൈപ്പർസോണിക് കിൻസാൻ മിസൈലുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സമീപ മാസങ്ങളിലും യുക്രൈൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായെന്നാണ് ഇവാനോ ഫ്രാങ്കിവ്സ്ക് മേഖല ഗവർണർ സ്വിറ്റ്ലാന ഓനിഷ്ചുക് പറഞ്ഞത്. ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണമാണ് പ്രദേശത്തുണ്ടായത്. അപ്പോൾ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആളഭയം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളഭയം ഒന്നും ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പം 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ യുക്രൈൻ്റെ ഊർജ്ജോൽപാദന ശേഷിയുടെ പകുതിയോളം നശിച്ചു. അപ്പം 3 വർഷമായിട്ട് ഇപ്പോൾ അവരുടെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും ഇവരുടെ പകുതിയോളം, ഊർജ്ജോൽപാദന ശേഷിയുടെ പകുതിയോളം ഇപ്പം നശിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്രമണങ്ങളിൽ തകർന്ന പവർ പ്ലാന്റുകളിൽ പലതും ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അപ്പോൾ ഈ ആക്രമണങ്ങളിലെല്ലാം തകർന്നിട്ടുള്ള പവർ പ്ലാന്റുകളിലും ഒന്നും തന്നെ പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനിടെ യുക്രൈൻ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നും യൂറോപ്പിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കണമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നറിയിപ്പ് നൽകി. അപ്പം യുക്രൈനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യുക്രൈൻ പിന്തുണ നൽകിയതിനാൽ യൂറോപ്യൻ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യുക്രൈന് $500 മില്യൺ മൂല്യമുള്ള ആയുധ സഹായ പാക്കേജ് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യുദ്ധം, അവർക്കതൊരു പുതിയ കാര്യമല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്. ആളഭയൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട്, പക്ഷെ നമുക്കറിയത്തില്ല.
അത് റിപ്പോർട്ട് ചെയ്യുന്നതിലും എത്രമാത്രം ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഇപ്പൊ ഊർജ്ജോൽപാദന ശേഷിയുടെ പകുതിയോളം നശിച്ചു. പിന്നെ പ്ലാന്റുകളൊക്കെ ആണെങ്കിലും നശിക്കപ്പെട്ടതൊന്നും പുനഃസ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം 3 വർഷത്തോളമായിട്ട് ഇപ്പൊ അവിടെ യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെന്താണെങ്കിലും നമുക്ക് നടപടി ഉണ്ടാകാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു ന്യൂസ് ഇതാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഇന്ന്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണിത്. രാമക്കൽ മേട്ടിലെ കാറ്റ് പിടിക്കാത്ത വൈദ്യുതി ഉൽപാദനം എന്നൊരു ഹെഡിങ്ങിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ കേരളം പാടെ അവഗണിക്കുകയാണെന്ന് പരാതി നിലനിൽക്കുമ്പോഴും പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. ഇതിന് ഉദാഹരണമാണ് രാമക്കൽ മേട്ടിലെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി കാറ്റ് പിടിക്കാത്ത അവസ്ഥയിലായത്. ഇന്നൊരു ഊർജ്ജ സംരക്ഷണ ദിനം കൂടി കടന്നു പോവുകയാണ്. ഇനിയെങ്കിലും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു പതിറ്റാണ്ടിനപ്പുറത്താണ് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം എന്ന നിലയിൽ വിശദമായ പഠനങ്ങൾക്ക് ശേഷം കാറ്റിൽ നിന്നും വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് രാമക്കൽ മേടും പരിസര മേഖലകളും എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വെസ്റ്റാറ്റ് എന്ന സ്വകാര്യ കമ്പനിക്ക് കാറ്റാടികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുമതിയും നൽകി. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് കൈമാറണമെന്ന വ്യവസ്ഥയോടെയായിരുന്നു ഇത് ചെയ്തത്. വെസ്റ്റാറ്റ് 750 കിലോവാട്ട് ശേഷിയുള്ള 14 കാറ്റാടികൾ പുഷ്പകണ്ഠം, കുരുവിക്കാനം, അണക്കര മേഖലകളിൽ സ്ഥാപിച്ചു. പ്രതിദിനം 3 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിരുന്നു ലക്ഷ്യം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നെടുങ്കണ്ട സബ്സ്റ്റേഷനിൽ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത്. ഇടക്കാലത്ത് വെസ്റ്റാറ്റ് കമ്പനിയും പരിസരവാസികളും തമ്മിലുള്ള തർക്കം മൂലം പലപ്പോഴും വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, കാറ്റാടികൾ സ്ഥാപിച്ചതിനു ശേഷം ഇപ്പൊ അത് ആരും നോക്കാനില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് സംസ്ഥാനത്ത് ആദ്യമായി കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത്. ഇവിടെ നിന്നും പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ 600 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് ഊർജ്ജ വകുപ്പിന്റെ കീഴിലുള്ള അനർട്ട് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതിനാൽ കഞ്ചിക്കോട് കാറ്റാടി പദ്ധതിയിൽ നിന്നും ഇന്നും ഉൽപ്പാദിപ്പിക്കുന്നത് നാമമാത്രമായ വൈദ്യുതിയാണ്. ഓക്കെ, അവിടെ ഓൾറെഡി നമുക്ക് 600ഓളം മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാറ്റാടികൾ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പൊ കിട്ടുന്നത് നാമമാത്രമായ രീതിയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ദക്ഷിണേന്ത്യയിൽ ശരാശരി ഏറ്റവും കൂടുതൽ ഇടതടവില്ലാതെ കാറ്റ് വീശുന്ന പ്രദേശങ്ങളാണ് രാമക്കൽമേട് ഉൾപ്പെടെയുള്ള പല മേഖലകളും. അണക്കെട്ടുകളുടെ നാടായ ഇടുക്കിയിലെ ജലവൈദ്യുതികളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് മഴക്കുറവും കൊടും വേനലും പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കാറുമുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സായ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നിരിക്കെ ഇത്തരം പദ്ധതികളോട് മുഖം തിരിച്ചിരിക്കുകയാണ് KSEB. ഓക്കെ, എന്നിട്ട് ഇത്തരം പരിപാടികളൊന്നും ചെയ്യാതെ നമ്മുടെ കയ്യിൽ നിന്ന് വില വർദ്ധിപ്പിച്ച് പോവുകയാണ്. അതെ, ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പൊ ഒരു നല്ല രീതിയിൽ കാറ്റാടികൾ അവിടെ ഉണ്ട് എങ്കിൽ അതൊന്ന് നല്ല രീതിയിൽ സംരക്ഷിച്ച് അതിൽ നിന്നും 600ഓളം മെഗാവാട്ടോളം നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ നമുക്ക് അത്രയും വൈദ്യുതി കിട്ടില്ലേ? അപ്പൊ ആൾക്കാരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കില്ലേ? നമ്മൾ അത്രയും പൈസ കൊടുക്കണ്ടല്ലോ. എങ്കിലും അവർക്ക് അത് ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. KSEBക്ക് അത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഉപയോക്താക്കളിൽ നിന്ന് പൈസ കൂട്ടി മേടിക്കണം എന്നൊരു അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത്. അതാണ് ഇന്നലേക്ക് വേറെ ന്യൂസ് പോയതാണ്, KSEB വില വർധന കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ വേറൊരു ന്യൂസും. എങ്ങനെ നമ്മളിത് സഹിക്കും? ഓക്കെ, എന്തായാലും ഇന്ന് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമാണ്. KSEBക്ക് എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. സിറിയയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് UN. അതായത് സിറിയയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് ഐക്യരാഷ്ട്രസഭ. ഗോലാൻ കുന്നുകളിൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്റൈസ് പറഞ്ഞു. അസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതിനു ശേഷം സിറിയയെ ലക്ഷ്യമിട്ട് നടത്തുന്ന വ്യോമാക്രമണങ്ങൾ UN സെക്രട്ടറി ജനറൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണമെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. അപ്പം ഈ സിറിയയിൽ ഉണ്ടായ ആക്രമണം പെട്ടെന്നായിരുന്നു ഉണ്ടായത്. അപ്പം അവിടെ ഇസ്രായേൽ തുടർന്ന് സിറിയയിൽ ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത് സിറിയയിൽ പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോഴും ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ സിറിയയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്നാണ് UN ഇപ്പൊ പറയുന്നത്. അപ്പൊ ഗോലാനിലെ സൈനികരഹിത മേഖലകളിൽ നിന്നും ഇസ്രായേൽ സൈനികരെ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അസാദിൽ നിന്നും വിമത സംഘം അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ ഗോലാൻ കുന്നുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളും ഇസ്രായേൽ ഏറ്റെടുത്തതായിട്ട് റിപ്പോർട്ടുകളും വന്നിരുന്നു. അപ്പൊ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് സ്ത്രീകളും
കുട്ടികളുമടക്കം 11 ലക്ഷം ആളുകൾ സിറിയയിൽ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതായും UN വ്യക്തമാക്കി. ഓക്കെ, അപ്പോൾ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം 11 ലക്ഷം ആളുകളാണ് അവിടെ നിന്നും പലായനം ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പം അലപ്പോയിൽ നിന്ന് 6 ലക്ഷത്തി 6,40,000 പേരും, ഇഡ്ലിബിൽ നിന്ന് 3,34,000 പേരും, ഹമായിൽ നിന്ന് 1,36,000 പേരും പലായനം ചെയ്തതായിട്ടാണ് കണക്കുകൾ. അപ്പോൾ അതേസമയം ഇസ്രയേലിന്റെ സിറിയൻ ആക്രമണത്തെ പിന്തുണച്ച് US രംഗത്തെത്തി. ഓക്കെ, അപ്പം UN ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുമ്പോഴത്തേക്കിനും US ഇസ്രയേലിന്റെ സിറിയൻ ആക്രമണത്തെ പിന്തുണച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സാലിവൻ പറഞ്ഞു. സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രയേൽ തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഇസ്രയേൽ തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം നിലവിൽ സിറിയൻ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉള്ളിലേക്ക് വരാൻ ഇസ്രയേൽ സൈന്യം എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിറിയൻ പ്രദേശത്ത് 18 കിലോമീറ്ററിലേക്ക് വരാൻ ഇസ്രയേലിന് കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ യുദ്ധം നടക്കുമ്പോൾ ഓക്കെ. അപ്പം വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിവേചനങ്ങളും അലിഞ്ഞില്ലാതാകും, കുംഭ ഐക്യം മഹായജ്ഞം മോദി. അപ്പം ഏകാത്മകതയുടെ മഹായജ്ഞമാണ് മഹാകുംഭമേള എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗത്തിന്റെ മഹായാഗമാണിത്. ജാതി അടക്കമുള്ള എല്ലാ വിവേചനങ്ങളും ഈ ത്രിവേണി സംഗമത്തിൽ അലിഞ്ഞില്ലാതാകും. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മഹത്തായ സന്ദേശത്തിന്റെ ദിവ്യപ്രകടനമാകും പ്രയാഗത്തിലെ സ്നാനം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓക്കെ, അപ്പം ജാതി അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വിവേചനങ്ങളും ഇല്ലാതാകുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ ഈ ത്രിവേണി സംഗമത്തിൽ ഈ ജാതി അടക്കമുള്ള എല്ലാ വിവേചനങ്ങളും ഈ ത്രിവേണി സംഗമത്തിൽ അലിഞ്ഞില്ലാതാകും. അപ്പോൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മഹാസന്ദേശത്തിന്റെ ദിവ്യപ്രകടനമാകും ഈ പ്രയാഗത്തിലെ സ്നാനമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അപ്പം മഹാകുംഭമേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ശ്രേഷ്ഠ പ്രയാഗ് രാജിലെ 5,700 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പം കുംഭമേള പോലുള്ള മഹാമേളകളാണ് വലിയ സാമൂഹ്യ മാറ്റങ്ങളുടെ അടിത്തറയായത്. ഇവിടെ ഒത്തുചേരുന്ന സന്യാസിവര്യരും മഹത്തുക്കളും സമൂഹത്തെ ഗ്രസിച്ചിരുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ചർച്ച ചെയ്തു. കാലിക വിഷയങ്ങൾ അവലോകനം ചെയ്തു. ഭാവിയെപ്പറ്റി ചിന്തിച്ചു. അപ്പൊ പണ്ഡിതനും പമരനും സന്യാസിയും ഒന്നിച്ചാണ് ത്രിവേണിയിൽ സ്നാനം ചെയ്യുന്നത്. അപ്പം ജനകോടികൾ ഒരേ ലക്ഷ്യത്തോടെ ഒരേ ചിന്തയോടെ എത്തുന്ന ഇത്തരം മേളകൾ ഭാരതത്തിൽ മാത്രമുള്ളതാണ്. അപ്പോൾ കുംഭമേള രാജ്യത്തിന്റെ ആധ്യാത്മികമായി സാംസ്കാരിക അസ്മിതയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയെന്ന് മോദി തുടർന്നു. അപ്പോൾ രാഷ്ട്രത്തിന്റെ ഓരോ കോണിലും ഇത്തരം മേളകൾ ഭാവനാത്മകമായ സന്ദേശങ്ങളാണ് എത്തിക്കുന്നത്. അപ്പോൾ ദേശീയ ചിന്താധാരണയുടെ അനുസൃത പ്രവാഹമാണിത്. അപ്പം ഇതിലൂടെ എല്ലാം മഹാകുംഭമേളയെ കുറിച്ചിട്ടുള്ള മോദിയുടെ കുറച്ച് അതായത് ജാതി അടക്കമുള്ള എല്ലാ വിവേചനങ്ങളും ഇല്ലാതാകുമെന്നാണ് മോദി പറയുന്നത്. മഹാകുംഭമേള നല്ലതാണ്, അതിലെല്ലാരും പങ്കെടുക്കണം, ഐക്യമുണ്ടാകും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം മോദിയുടെ അത് എന്താണെന്നും നോക്കാം, അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? മഴയാണ്, എല്ലായിടത്തും ഇപ്പൊ മഴയാണല്ലേ? ഓക്കെ, അപ്പൊ ജനുവരി വരെ മഴയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും പറയുന്നത്. ഏപ്രിലിൽ അതിന് തിരിച്ചടിയായിട്ട് ചുട്ടുകൊള്ളുന്ന വെയിലുമായിരിക്കും. അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ പതിവായതോടെ ജനുവരി വരെ മഴ തുടരാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഓക്കെ, അപ്പൊ ജനുവരി വരെ നമുക്ക് നല്ല തണുത്ത് ആ ഒരു ഇതിൽ തന്നെ അങ്ങ് പോവാം. രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അത് കഴിഞ്ഞ് ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം കാണൂല, ഭയങ്കര വിയർത്തിട്ട്. ഏറെ ജില്ലകളിലും മഞ്ഞുകാലം ഇല്ലാതായെന്ന് മാത്രമല്ല നവംബർ ഡിസംബർ മാസങ്ങൾ മഴക്കാലം ഏറ്റെടുത്തു. ഈ ഒരു ക്രിസ്മസ് മഴക്കാലം അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് മഞ്ഞൊന്നും ഇല്ല. കഴിഞ്ഞ 3 വർഷമായി 9 മാസവും മഴ പെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറിയതായി സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ മഴയും നമുക്ക് നെഗറ്റീവാണ്. മഴ കൂടുമ്പോഴത്തേക്കും എപ്പോഴതിന് പ്രളയം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ജനുവരി വരെ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. കാരണം അതിൻ്റെ ഒരു ഫലമായിട്ട് വരുന്നത് പ്രളയം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ നിൽക്കുക. ഓക്കെ,
അടുത്ത ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ മുൻവർഷത്തേക്കാൾ കഠിനമായ ചൂടിൽ കേരളം പൊള്ളുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം പാലക്കാട്ടും കോട്ടയത്തും രേഖപ്പെടുത്തിയ 40 ഡിഗ്രിയേക്കാൾ 1 ഡിഗ്രി വരെ അധികം ചൂട് കേരളത്തിലുണ്ടാകും. മഴക്കെടുതിയിൽ ഇക്കൊല്ലം രാജ്യത്ത് ഏറ്റവും അധികം മരണവും ഉരുൾപൊട്ടലിലുണ്ടായത് സംസ്ഥാനമാണ് കേരളം. ആദ്യ 9 മാസങ്ങളിൽ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചത് 550 പേരാണ്. അതിതീവ്ര കാലാവസ്ഥാ പ്രത്യാഘാതം ഇനി അങ്ങോട്ട് കേരളത്തിൽ പതിവ് സംഭവമായി മാറും. ആഗോള ശരാശരിയിലും കൂടിയ താപവർധനയാണ് ഇന്ത്യൻ സമുദ്രമേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് സമുദ്രജല താപനത്തിനും വർധന സൃഷ്ടിച്ചതിനൊപ്പം ചുഴലിക്കാറ്റും കടലേറ്റവും തീരശോഷണവും വർദ്ധിക്കാൻ ഇടയാക്കി. ജില്ലകളിലായി കേരള തീരം അതിരിടുന്ന അറബിക്കടലിന്റെ ഉപരിതല ഊഷ്മാവ് 28 ഡിഗ്രിയിലെത്തി. കാലവർഷ സീസണിലും 26 ഡിഗ്രിയാണ് കടൽ താപം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ സമ്മർ പോലെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, കാലാവസ്ഥ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജനുവരി വരെ മഴയായിരിക്കും, ഏപ്രിൽ ചുട്ടുപൊള്ളും എന്ന രീതിയിലാണ്. അതായത് നമുക്ക് എന്താണ് നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാം മാറി മാറി നിൽക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ഏപ്രിലൊക്കെ നല്ല ചൂടായിരുന്നു. അതെ. അപ്പൊ അതുപോലെ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഓരോ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയത്തില്ല നമ്മുടെ സേവ് ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ആയിരിക്കണം. അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ പ്രകൃതി നമുക്ക് തിരിച്ചടി തന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ പല രീതിയിലാണ് മാറുന്നത്. നമ്മളിപ്പോ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ആണോന്നില്ല. ഇപ്പൊ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മഴ വരുന്നത്, പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വെയില്. പണ്ട് പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. കറക്റ്റ് സമയത്ത് ഇങ്ങനെ പോകുമായിരുന്നു. ഡിസംബറിലൊന്നും മഴ ഇല്ലെന്ന് തോന്നുന്നു. മഞ്ഞ് ആ ഒരു സീസൺ ഒക്കെ അല്ലയോ? അധികം മഴ പെയ്യാറില്ല. പക്ഷെ ഈ പ്രാവശ്യം മറ്റേ ഫെങ്കൽ ചുഴലിക്കാറ്റ് വന്നതോടെ നല്ല മഴയായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ പ്രളയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. എല്ലാരും ഒന്ന് എന്താ പറയാ, ശ്രദ്ധാപൂർവം ജാഗ്രതയോടെ ഇരിക്കുക. അതെ, കാലാവസ്ഥയുടെ അതായത് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മള് അവര് നിർദ്ദേശങ്ങൾ നൽകുന്നത്. മഴ ഇപ്പം ഓരോ ജില്ലയിലും അലേർട്ട് പ്രഖ്യാപിക്കില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. കാരണം മഴയുള്ള സമയങ്ങളിൽ കൂടുതലും വെളിയിലൊന്നും പോകാതെ, അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്നവരായാലും അവർക്ക് പ്രത്യേകം കൊടുക്കാറുണ്ട് നിർദ്ദേശം. അതെ അതെ. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ നിൽക്കുക. മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കനത്ത മഴയിൽ വലിയ പാറ ഇടിഞ്ഞു വീണു. അപ്പൊ തുടർച്ചയായി പെയ്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വലിയ പാറ ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അപ്പൊ ദേശീയപാതയിലെ തമിഴ്നാട് കേരള അതിർത്തിയായ ബോഡിമെട്ട് റോഡിലാണ് സംഭവം നടന്നത്. അപ്പൊ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് താഴെ 11ാം വളവിൽ കോന്തേ സൂചി വളവിലാണ് പാറ ഇടിഞ്ഞു വീണത്. അപ്പൊ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. അപ്പം വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. അപ്പം മഴ ശക്തമാണ്. അപ്പൊ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ എന്താണേലും നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ എല്ലാവരും ജാഗ്രതയോടെ തന്നെ നിൽക്കുക. അതെ, മഴയൊക്കെയാണ്. അപ്പൊ ഇതുപോലെ പാറ വീഴാനും റോഡില് തെന്നി പോവാനും ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കഴിവതും മഴയത്തൊന്നും പുറത്തോട്ട് ഇറങ്ങാതിരിക്കുക, ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ നമുക്ക് ഇനി അടുത്തത് സ്പോർട്സ് പേജിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ഇനി സ്പോർട്സ് ആണ്. സ്പോർട്സിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി ഗുഗേഷിന്റെ ചരിത്ര വിജയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എല്ലായിടത്തും ഹെഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാ പത്രങ്ങളും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡി ഗുഗേഷ് ലോക ചാമ്പ്യനായി മാറിയിരിക്കുകയാണ്. 18 വയസ്സുകാരൻ. ചെസ്സിന്റെ ഭാവി മുഖമെന്ന് ഗുഗേഷിനെ വിശേഷിപ്പിച്ച വിശ്വനാഥ് ആനന്ദ്. അപ്പം ഞാനൊരു ആൺകുട്ടിയെ കണ്ടു, അതെ എനിക്ക് അവനെ അങ്ങനെ വിളിക്കാം. കാരണം 2000 ഞാൻ ആദ്യമായി ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയപ്പോൾ അവൻ ജനിച്ചിട്ടില്ല. ഡി ഗുഗേഷ് പ്രായം വെറും 18. ഇപ്പോഴിതാ 18ാമത്തെ ലോക ചാമ്പ്യൻ ആയിരിക്കുന്നു അവൻ. ഭാവി ചെസ്സിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് അവന്റെ മുഖം പോലെ തന്നെ കാണപ്പെടും. 18ാമത്തെ വയസ്സിൽ 18ാമത്തെ ലോക ചാമ്പ്യൻ ആയല്ലേ? അത് കൊള്ളാട്ടോ, അതെ, വെറൈറ്റിയാണ്. ശാന്തൻ കൃത്യമായും ആത്മവിശ്വാസം ഉള്ളവൻ ഒരു ദേശീയ മാധ്യമത്തിൽ ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥ് ആനന്ദ് കുറിച്ചു. അപ്പൊ 18കാരനായ ഡി ഗുഗേഷ് ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പട്ടം സ്വന്തമാക്കിയതിനു ശേഷം ആനന്ദ് എഴുതിയ ലേഖനത്തിലായിരുന്നു ഇത് പറഞ്ഞത്. അപ്പൊ 2023 ഫിഡെ ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്ന ചൈനയുടെ ടിങ് ലിററെ 6-5 പരാജയപ്പെടുത്തിയാണ് ഗുഗേഷ് വിജയശ്രീ ലാളിതനായത്.
അപ്പം ടൂർണമെന്റിന്റെ അവസാന റൗണ്ടായ 14ാം ഗെയിമിൽ ജയിച്ചതോടെ ഗുകേഷ് ലോക ചാമ്പ്യൻ പട്ടത്തിലെത്തി. അപ്പൊ ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ചരിത്രം 18-കാരനായി ഗുകേഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതിയാണ് ഇപ്പം ഗുകേഷിന് ലഭിച്ചിരിക്കുന്നത്. ഗുകേഷിന് 5 കോടി രൂപയാണ് പാരിതോഷികമായിട്ട് ലഭിക്കുന്നത്. അതും തോൽപ്പിച്ചത് ആരെയാണ്? ചൈനയുടെ ഡിങ് ലിറനെ. അയാള് ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്നു 2023. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. അതെ അതെ, ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ലോക ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായിരിക്കുകയാണ് ഡി ഗുകേഷ്. അദ്ദേഹത്തിന് ഇപ്പൊ 5 കോടി രൂപയാണ് പാരിതോഷികമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഫിഡെ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജയിച്ച ഡി ഗുകേഷിന് തമിഴ്നാട് സർക്കാർ 5 കോടി രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചു. അപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഇക്കാര്യം അറിയിച്ചത്. 18ാം ലോക ചെസ് ചാമ്പ്യനായി ലോക ചാമ്പ്യനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്ര നേട്ടം 18-കാരനായ ഗുകേഷിനാണ്. ഗുകേഷ് ചെന്നൈ സ്വദേശിയല്ലേ, അതുകൊണ്ടാണല്ലേ. അപ്പൊ പാരിതോഷികമായിട്ട് 5 കോടിയാണ് തമിഴ്നാട് സർക്കാർ നൽകുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ചെറിയ കാര്യമല്ല. അതെ അതെ, 18ാമത്തെ വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. അതും ചെസ് എന്നൊക്കെ പറയുമ്പോ എന്തായാലും അത്രയും ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കേണ്ടതാണ്. നല്ല ബുദ്ധി വേണ്ട ഒരു ഗെയിമാണ്. അതുപോലെ തന്നെ എടുത്തുചാട്ടവും തോൽവിയിലേക്ക് നയിക്കും. ഇതാ പ്രായത്തിന്റെ എടുത്തുചാട്ടം ഒന്നുമില്ല, വളരെ സൂക്ഷ്മതയോടെ ഓരോ കരുക്കളും അത്രയും പെർഫെക്റ്റോടെയാണ് നീക്കങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് ഇതുപോലെ 2023 ഫിഡെ ലോക ചെസ് ചാമ്പ്യനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയത്. നമുക്കെന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ഇന്ത്യക്കാരന്റെ നമ്മളെന്നൊരു രീതിയിൽ വന്നു ഡി ഗുകേഷിന്, നമ്മുടെ ആള്, അതുകൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത്. സോ അതെന്തായാലും വലിയൊരു നേട്ടം തന്നെയാണ്, വലിയൊരു നേട്ടമാണ് തന്നെയാണ്. എന്താണേലും ഇനിയും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇപ്പൊ നല്ല തന്നെ റെക്കോർഡാണ്. വിശ്വനാഥൻ ആനന്ദ്, എനിക്ക് തോന്നുന്നു അയാളൊരു ചെസ് ചാമ്പ്യൻ അല്ലായിരുന്നോ, വലിയൊരാൾ എന്ന് വെച്ചാൽ ചെസ്സിൽ മെയിൻ ആയിട്ടുള്ള ആള്. അയാള് വരെ പറയുന്നത് അത് നിസ്സാര കാര്യമില്ല. 18ാമത്തെ വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത്. അതെ, അപ്പൊ അത് തന്നെയാണ് എല്ലാ പത്രങ്ങളിലെയും ഹെഡിങ് ആയിട്ട് സ്പോർട്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് അത്യാവശ്യം എല്ലാ ന്യൂസും കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ചിലതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്, വായിച്ചിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാം ക്ഷമിക്കുക. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.